ഒന്നും പറഞ്ഞ ഒരു കൈ മതി, ഒരു കളിപ്പാട്ട് ഓടിക്കണ പോലെ ഓടിച്ചോണ്ട് വണ്ടിയുടെ പവർ അല്ലേ, പവറായി. നമുക്ക് കൈ കൊടുക്കുമ്പോ ഫീൽ നോക്കണേ. ഈ വണ്ടിയുടെ പവർ അത് നമുക്ക് വേറെ വണ്ടീനെ വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. പണി കിട്ടിയ അത് പണിയായിരിക്കും. കാരണം 5 കൊല്ലം വാറണ്ടിയിൽ എന്ത് പറ്റിയാലും അവര് ചെയ്തു തരുമല്ലോ. ഒരു ദിവസം 1000 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് എത്ര രൂപ ചെലവാകും ഏകദേശം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാഴ്ച വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പുറകെ കിടക്കുന്ന TVS EV വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പേര്. ബ്രോയുടെ പേരെന്താണ്? എൻ്റെ പേര് ആശിഷ് നാനവൻ. അപ്പം ഈ ബ്രോയുടെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്ക് 3 വണ്ടിയുണ്ട്. അപ്പം നിലവിൽ ഇപ്പം പുള്ളി ഓടിക്കുന്നത് EV ആണ്. ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുള്ളി എന്നാ പറയുക, ഈ വണ്ടിയിൽ നിന്ന് മാറിയല്ലേ, ഈ വണ്ടിയിലേക്ക് മാറിയതാണ്. അതായത് ഡീസൽ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ബ്രോയുടെ വിശേഷം കാര്യങ്ങൾ, ഈ വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രോ, എന്തുകൊണ്ടാണ് ഒരു TVS ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാരണം? TVS ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി. അത് വെച്ച് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി അടിപൊളിയാണ്. ഭയങ്കര ടോർക്ക് കൂടുതലാണ്. പിന്നെ ബോഡി ഷേപ്പ് വെച്ച് മറ്റേ കുട്ടി വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേലും കുറച്ചുകൂടി വലുതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇലക്ട്രിക്കും ഡീസലും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏതാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഡെയിലി ഒരു 10-2000 രൂപ ഓടുന്ന ആളാണെങ്കിൽ എന്തായാലും 100-500 രൂപയൊക്കെ ഡീസൽ അടിക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്കൊരു 100 രൂപ 90 രൂപയൊക്കെ ഡെയിലി ചാർജ് ആവുന്നുള്ളൂ. ഓക്കെ. അപ്പം ഞങ്ങൾ 400 രൂപയ്ക്ക് ഈ ഡീസൽ വണ്ടി ഓടിക്കുന്നവർ ഡീസൽ അടിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് 100 രൂപ ആവുന്നുള്ളൂ. 100 രൂപ ആവുന്നുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് 100 രൂപയ്ക്ക് ചാർജ് ചെയ്തൊന്ന് 100 രൂപ ഫുൾ ചാർജ് ആവാനാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 40 30 കുത്തിയിടുന്നത്. അപ്പൊ എനിക്ക് വന്നത് ഒരു 40-60 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടി 0 to 100 ആവാൻ എത്ര ടൈം എടുക്കും? 0 to 100 എത്താൻ കറക്റ്റ് 2 മണിക്കൂറിനുള്ളിൽ 0 to 100 ആവും. അതിപ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇട്ടാലും നമ്മുടെ പുറത്തുള്ള നമ്മൾ പോസ്റ്റിന്റെ സൈഡിലുള്ള ഔട്ട് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ ഇട്ടാലും എനിക്ക് സെയിം ആയിട്ട് തോന്നിയിരിക്കുന്നത്. ആണോ? രണ്ടും സെയിം. 2 മണിക്കൂർ എങ്ങനെ വന്നാലും 0 to 100 എടുക്കും. ഓക്കെ. അപ്പോൾ ഈ 2 മണിക്കൂർ എടുക്കുന്നത് ലാഗായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? കാരണം നല്ല ഓട്ടം ഉള്ള സമയത്തൊക്കെ 2 മണിക്കൂർ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡീസൽ വണ്ടി എടുത്താൽ മതി എന്ന് തോന്നൽ വരാറുണ്ടോ? ചെറിയൊരു തോന്നല്. നമ്മൾ ഇത് 2 മണിക്കൂർ ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അല്ലേ വീട്ടിൽ തോന്നും. പക്ഷെ നമുക്ക് കുറച്ചങ്ങടെ അതായിട്ട് അറ്റാച്ച് ആയി കഴിയുമ്പോൾ ഓക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഡീസൽ വണ്ടിക്കാർ ഡീസൽ അടിക്കണ എമൗണ്ട് ആണ് ഈ വണ്ടിയിൽ നിങ്ങൾ CC അടയ്ക്കുന്നത്. ബ്രോ, പിന്നെ ഈ TVS ഇലക്ട്രിക് വണ്ടിക്ക് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഓൺ റോഡ് അവര് 380 പറഞ്ഞത്. ഞാനിപ്പോ ലോണ് CCക്കാണ് എടുത്തേക്കണത്. 380 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് 4 രൂപ അടുത്ത് വരും. 4 രൂപ അടുത്ത് വരും. ഓക്കെ. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തരുന്നതാണ്? അത് പടുത അങ്ങനത്തെ സൈഡ് കാര്യങ്ങൾ അതോ നമ്മൾ പടുത അവര് തന്നേക്കണ? ഈ നെറ്റി ചുട്ടി ഇതൊക്കെ ഞാൻ അടിച്ചേക്കണ. ജസ്റ്റ് ഒരു പടുത മാത്രം അവര് തരത്തുള്ളൂ? പടുത മാത്രം അവരെ തരത്തുള്ളൂ. സൈഡ് വലത്തൊക്കെ നമ്മൾ അടിക്കണം? സൈഡ് വലത്തൊക്കെ നമ്മൾ അടിക്കണം. സാധാ വണ്ടി എടുക്കണ പോലെ തന്നെ നമ്മൾ തന്നെ ചെയ്യണം? നമ്മൾ തന്നെയാണ്. ആകെ ഒരു ക്യാമറ, റിവേഴ്സ് ക്യാമറ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അത് വണ്ടിയിൽ തന്നെ വരുന്ന മോഡലാണ്? ഇപ്പൊ ഈ മോഡലിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ പുതിയത് ബ്ലാക്ക് ഇറങ്ങിയിട്ട് അതിനൊന്നും വരുന്നില്ല. പക്ഷേ റിവേഴ്സ് ക്യാമറ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഗുണങ്ങൾ എന്ന് പറയുമ്പോ ഇടക്ക് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാല്ലേ. ഇടക്കുമ്പോ ഇറങ്ങി നോക്കണല്ലോ, ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. അപ്പൊ ഇന്ന് എത്ര നാളത്തേനാണ് ബ്രോ CCക്ക് വണ്ടി എടുത്തേക്കുന്നത്? ഇത് 5 വർഷത്തേന്. അപ്പൊ മന്ത്ലി എത്ര രൂപ അടവ് വരും? മന്ത്ലി 8 രൂപ. 8 രൂപ ഓടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഒരു മാസം? കുഴപ്പമില്ല, അത്യാവശ്യം ഓടാൻ പറ്റുന്നുണ്ട്. എന്നാലും ഡെയിലി ബ്രോ ഒരു ദിവസം ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാലൻസ് കിട്ടും? അതായത് ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ഓടുവാന്ന് കൂട്ടിക്കോ. ഒരു ദിവസം 1000 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് എത്ര രൂപ ചിലവാകും ഏകദേശം? 1000 രൂപയ്ക്ക് ഓടിയാൽ എനിക്ക് ഒരു ദിവസം ഈ വണ്ടിക്ക് ചിലവാകാം 60-70 രൂപ. റൗണ്ട് ചെയ്ത് 100 രൂപ കൂട്ടിക്കോ. 100 രൂപ. എന്നാലും ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എങ്ങനെ വന്നാലും ഒരു 100-200 രൂപ ബാലൻസ് കിട്ടുമോ? എനിക്കൊരു 100-200 ഒരു 700 രൂപ ബാലൻസ് കിട്ടും. ഡെയിലി ബാലൻസ് കിട്ടും 1000 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ. അപ്പം ബ്രോയുടെ ഒരു അഭിപ്രായത്തിൽ ഡീസൽ വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇലക്ട്രിക് വണ്ടിയാണ് ബെറ്റർ, ഇന്നത്തെ കാലത്ത് ബെറ്റർ. നമ്മൾ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. നമ്മളെപ്പോഴും പല കാലത്ത് തന്നെ ഇരിക്കും. കാരണം കാലക്രമേണ ഇപ്പൊ ഡീസലും പെട്രോളും ഒക്കെ നിന്ന് പോയി CNGയിലേക്കും
ഇലക്ട്രിക്കലിലേക്ക് മാറേണ്ടി വരും. അപ്പം അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇലക്ട്രിക് ആണ് ബ്രോ പറയുന്നത്. ഇലക്ട്രിക് തന്നെയാണ് ബെറ്റർ. പിന്നെ ഈ സാധാ ഓട്ടോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഓട്ടോയ്ക്ക് പവർ കൂടുതലാണെന്ന് ബ്രോ പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഏതൊക്കെ പവർ മൂഡാണ് നമുക്ക് വണ്ടിക്കുള്ളത്? വണ്ടിക്ക് എന്ന് പറയുമ്പോൾ 3 മോഡ് തന്നെ ഉണ്ട്. ഫസ്റ്റ് വന്നത് എക്കോ മോഡാണ്. എക്കോ മോഡ് നമുക്കൊരു 45 കിലോമീറ്റർ സ്പീഡ് കിട്ടും. എങ്ങനെ വന്നാലും കിട്ടും. അതിൽ കൂടുതൽ കേറത്തില്ല, കേറത്തില്ല. എക്കോയില് 45 ലോക്കാണ്. അപ്പൊ ഈ ഫുൾ ചാർജ് ചെയ്യല് നമുക്ക് എക്കോയിൽ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വണ്ടി കിലോമീറ്റർ ഓടും, എത്ര മൈലേജ് കിട്ടും? എക്കോയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 180 175. അത് കമ്പനി പറഞ്ഞാണോ കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാ ഓരോ മോഡിനായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു എക്കോയിലിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 to 100 നമുക്ക് 180 കിലോമീറ്റർ ഓടാൻ കിട്ടും. പിന്നെ ഇതിന്റെ ആക്സിലറേഷനിൽ ഒരു ത്രോട്ട് ഉണ്ട്. അത് നമ്മൾ പകുതി കൊടുക്കാൻ പാടുള്ളൂ. ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ ത്രോട്ട് കൂടുതലാണ്, അതിനനുസരിച്ചും കുറച്ച് കുറയും, ചാർജ് കുറയാൻ ചാൻസ്. നമ്മൾ ഫുള്ള് കൊടുക്കരുത്. കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി കൊടുത്താൽ മതി. പക്ഷെ കേറുവാണെങ്കിലും അങ്ങ് കേറിക്കോ, നല്ല ഇതായി കേറിക്കോളൂ. ഓക്കെ. പിന്നെ നമുക്ക് പിന്നെ ഉള്ള മോഡ് ഏതാ? എക്കോ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സിറ്റിയാണ്. സിറ്റിയിൽ നമുക്കൊരു 57 വരെയും കയറിയിട്ട് ലോക്കാവും. 57 59 ഒക്കെ കയറി ലോക്കാവും. പിന്നെ അതിലാണെങ്കിൽ നമുക്ക് സിറ്റിയിലിട്ട് ഓടിച്ചാൽ നമുക്ക് എത്ര മൈലേജ് മാക്സിമം ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 130 അത്രയും പ്രതീക്ഷ മതി. ഓക്കെ. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഓടിക്കണമെങ്കിൽ ഈ എക്കോ മതിയല്ലേ? എക്കോ മതി, ധാരാളം. ആവശ്യത്തിന് ഹൈവേ ഒക്കെ കയറുമ്പോ പിന്നെ പവറിന്റെ ആവശ്യമുള്ളൂ. ഈ വണ്ടി പവർ ഇട്ട് ഓടിച്ചാലാണ് അതിന്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. വലിച്ചോണ്ട് ഒരു 5 ആളെ കൂട്ടിക്കോ, 5 ആളെ കയറ്റി വെച്ചാലും വണ്ടി ഒരു കൂസല്ലാണ്ട് വലിച്ചോളൂ. അതിന്റെ ഒരു വ്യത്യാസം അല്ലേ? ഓക്കെ. നമുക്ക് ഇതിന്റെ പവർ മോഡ് എന്ന് പറയുമ്പോൾ നമുക്കത് എത്ര മൈലേജ് കിട്ടും? 0 to 100 പവർ മോഡ് കറക്റ്റ്. ഞാൻ ഒരു ദിവസം മൊത്തം പവർ ഇട്ട് ഓടിച്ചിട്ട് എനിക്ക് ആകെ കിട്ടിയത് 90 95 0 to 100. ഓക്കെ. 0 to 100 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവറിൽ ഇട്ട് കഴിഞ്ഞാൽ 90 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതായത് ഒരു 80 to 90 ഉറപ്പായിട്ടും കിട്ടും. അതായത് 3 ആൾക്കാരെ വെച്ചും പോയാലും കിട്ടും എന്നാണ് പറയണേ. ഉറപ്പാണ്. ബ്രോ, പിന്നെ ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് നമുക്ക് എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് വണ്ടിക്ക് വരുന്നത്? മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് സർവീസിന് ആകെ വന്ന മെയിൻ്റെനൻസ് ഒരു 600 വന്നോളൂ. 600. അപ്പൊ ഫസ്റ്റ് സർവീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടിയിൽ ചെയ്തത്? ഓയിൽ മാറ്റിയായിരുന്നു. മോട്ടറിന്റെ ഓയിൽ മാറ്റി, പിന്നെ ഗ്രീസ് അടിച്ച്, പിന്നെ ബ്രേക്ക് ഡ്രം ഊരി ഇട്ട്, അത്ര പണിയൊക്കെ ചെയ്തോളൂ. എങ്ങനെ വന്നാലും എത്ര രൂപ എമൗണ്ട് ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി ഫസ്റ്റ് സർവീസിന്? ഫസ്റ്റ് സർവീസിന് 600 വാങ്ങിച്ചോളൂ. അത് എന്തിനാ, മറ്റേ ഗ്രീസിന്റെ ഓയിലിന്റെ എമൗണ്ട് മാത്രം വാങ്ങിച്ചോളൂ. അത് എത്ര കിലോമീറ്റർ കഴിയുമ്പോഴായിരുന്നു ഫസ്റ്റ് സർവീസ് വന്നത്? എന്റെ ഫസ്റ്റ് സർവീസ് വന്നത് 2000 കിലോമീറ്റർ കഴിഞ്ഞപ്പോ. ഇനിയിപ്പോ എത്ര സർവീസ് വണ്ടിയുടെ നിലവിൽ കഴിഞ്ഞു? വണ്ടിയുടെ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് സർവീസിന് എത്ര രൂപ എമൗണ്ട് ആയി കാണും? സെക്കൻഡ് സർവീസിനും ഈ എമൗണ്ട് തന്നെ വന്നു ആയിട്ടുള്ളൂ. എല്ലാം ഷോറൂമിൽ, വണ്ടി എടുത്ത ഷോറൂമിൽ തന്നെയല്ലേ ചെയ്യുന്നത്? ഷോറൂമിൽ തന്നെ. നമുക്ക് ഷോറൂമിലല്ല വേറെ എവിടെയും ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ? ഓപ്ഷൻ ഇല്ല, അത് അവിടെ ബെറ്റർ. പിന്നെ ഈ വണ്ടി ഏത് മോഡൽ വണ്ടിയാണ്? ഇത് 2025 മോഡലാണ്. 25 മോഡൽ വണ്ടിയാണ്. അപ്പൊ ഏകദേശം ഇപ്പൊ എടുത്തിട്ട് എത്ര നാളായി? ഇപ്പൊ ഞാൻ എടുത്തിട്ടൊരു 4.5 മാസം 5 മാസം ആവാൻ പോകുന്നു. 5 മാസം ആവാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഈ വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട്, അതായത് കംപ്ലൈന്റ് ആണ് എടുക്കണ്ട എന്ന് പറയാൻ മാത്രം ഉള്ള കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? എടുക്കണ്ടെന്നുള്ള കംപ്ലൈന്റ് എന്ന് പറയാൻ എനിക്ക് ഇങ്ങനെ അതുവരെ ഒന്നും തോന്നിയില്ല. ഇനി അഥവാ നമുക്ക് ഇതിന്റെ വാറന്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണി കിട്ടിയാലുള്ളൂ. പണി കിട്ടിയ പണിയാണോ? പണി കിട്ടിയ അത് പണിയായിരിക്കും. കാരണം 5 കൊല്ലം വാറന്റിയിൽ എന്ത് പറ്റിയാലും അവര് ചെയ്തു തരുമല്ലോ. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും. ഒരു ECU കഴിഞ്ഞ ദിവസം എന്തോ ഒരു കംപ്ലൈന്റ് ആയിരുന്നു. ECU കംപ്ലൈന്റ് അത് മാറി. മറ്റേ ബൈക്കിനുള്ള ഇതിനൊരു ECU അതാണ് ഇതിന്റെ കൺട്രോൾ ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത്. അത് കംപ്ലൈന്റ് ആയിട്ട് അവർ തന്നെ ഷോറൂമിന്റെ വാറന്റിയിൽ മാറി തന്നു. ഫ്രീ ആയിട്ട്. ഒരു രൂപ പോലും നമ്മുടെ മേടിച്ചിട്ടില്ല. ഇല്ല, 1 രൂപ വാങ്ങിച്ചുള്ള. അതിന് നല്ല എമൗണ്ട് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ അതിന് ഏകദേശം ഒരു എത്ര രൂപ എമൗണ്ട് ആയി കാണും? നമ്മൾ ക്ലെയിം ഇല്ലാത്തൊരു വണ്ടിയാ മാറുന്നെങ്കിൽ 3, 4, 5 ഒക്കെ വരുന്ന പുള്ളി എന്നോട് കറക്റ്റ് എമൗണ്ട് പറഞ്ഞില്ല. കാരണം വാറന്റി ഉള്ളതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് മാറി തന്നു. നമുക്കത് ഈ സർവീസിനൊക്കെ നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എത്ര നേരം എടുക്കും? അതായത് രാവിലെ കൊടുത്താൽ കുറെ നേരം എടുക്കും, അത് വൈകിട്ട് ആകുമ്പോഴേ കിട്ടത്തുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? അവരുടെ തിരക്കനുസരിച്ചിരിക്കും. വേറെ വണ്ടികൾ ഉണ്ടെങ്കിൽ അവരൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒന്ന് പോയിട്ട് വരാനൊക്കെ പറയും. ഞാൻ ഒരു ദിവസം ചെന്നപ്പോ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്ത് ഫസ്റ്റ് സർവീസ്
ചെയ്തു സെക്കൻഡ് സർവീസ് കുറച്ച് പോസ്റ്റ് ആണ്. അപ്പം ബ്രോ ഈ സാധാ ഈ കുഞ്ഞുവണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുഞ്ഞുവണ്ടി കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇളക്കാണ്, കുലുക്കാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട് ഈ ഇളക്കത്തിന്റെ കാര്യത്തിൽ? ഇളക്കത്തിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആണ്. എനിക്ക് ഒരു കുട്ടി വണ്ടി ഉണ്ട്, അത് വെച്ച് ഞാൻ നോക്കുമ്പോ കുറച്ച് ബെറ്റർ ആണ്. കുട്ടിവണ്ടി ഏത് വണ്ടിയാണ് ഉള്ളത്? എനിക്ക് കുട്ടി ഡീസൽ ഉണ്ട് ഒരെണ്ണം. പുത്ത മോഡലാണോ പഴയ മോഡലാണോ? പുത്ത മോഡല് 2024 മോഡല്. ഓക്കെ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഈ വണ്ടി? അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഓക്കെയാണ്, സ്പേസും ഉണ്ട്, പിന്നെ ഇച്ചിരി ഹൈറ്റും ഉള്ളാന്നുള്ളൂ. ആൾക്കാർക്ക് കേറാൻ വേണ്ടി നോക്കുമ്പോ ചില പ്രായമുള്ള അമ്മച്ചാരെ കേറാൻ വേണ്ടി നോക്കുമ്പോ കുറച്ച് ഹൈറ്റും ഉള്ളാണോന്ന് ചോദിക്കും. വേറെ കോമ്പാക്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്ന് പറയുമ്പോ ഈ വണ്ടിയുടെ പവർ അത് നമുക്ക് വേറെ വണ്ടീനെ വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. ഡീസൽ വണ്ടി ഇത് ഒരു ചെറിയൊരു മത്സരം വെച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കുമായിരിക്കും? ഡെഫിനറ്റ്ലി ഇതാ ജയിക്കത്തോളൂ അല്ലേ? കാരണം ഡീസൽ വണ്ടിന്റെ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 50 ആണെന്ന് തോന്നുന്നു. 50, 60, 65 എന്നൊക്കെ പറയുന്നു. എന്നാലും ബ്രോഡ് നേരത്തെ ഉള്ള ഒരു കോമ്പാക്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് എത്ര കിലോമീറ്റർ പോവായിരിക്കും? അത് 60 വരെ മാക്സിമം. ഞാൻ അതിനുള്ളും കയറ്റി നോക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടി ഈ കിടക്കണ മുതൽ എത്ര കയറ്റിയിട്ടുണ്ട്? ഇതൊരു 70 അല്ലേ? അത് മാത്രമല്ല 70 ഇതിന് പറയണം, പക്ഷെ 70 തന്നെ നമ്മുടെ ഇറക്കം ഇറങ്ങിയ 75 ഒക്കെ കയറും. പക്ഷെ അതായത് നിരപ്പ് റോഡാണെങ്കിലും കേറ്റ് റോഡാണെങ്കിലും നമ്മുടെ മറ്റേ ടോപ്പ് എന്നാ സ്പീഡ് മോഡ്, അതിന് ഏത് മോഡ്? പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ജെറ്റ് എന്ന് വെച്ചാൽ ഏത് വണ്ടി ഓടിച്ചിട്ട് കാറിനൊരു ഓടിച്ചിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാല് കൊടുത്താ കയറും അല്ലേ? കൊടുത്ത നമുക്ക് ആ ക്വിക്ക് റെസ്പോൺസ് അപ്പൊ കിട്ടും. ബാക്കിയുള്ള നമ്മളൊരു ഏത് ഓട്ടോറിക്ഷ എടുത്തോട്ടെ, ഏതിന് വെച്ചാൽ നമുക്ക് ഇതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റൂല പവറിന്റെ കാര്യത്തില്. ടോർക്കിന്റെ കാര്യത്തിൽ ഇവനെ വെള്ളം വേറെ ആരും ഇല്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൂടെ നോക്കുമ്പോ അതിന്റെ കറക്റ്റ് അതിന്റെ ഫീലിംഗ് നമുക്ക് ആ വണ്ടിയുടെ ഉള്ളിരുന്നാലേ കിട്ടുള്ളൂ. പിന്നെന്ന് പറയുമ്പോ എനിക്ക് വേറെ ഇത് തോന്നിയേക്കണ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇച്ചിരി വട്ടം കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. കാരണം ഇതിന് പിന്നെ അത്രയും അത് കൊടുക്കാനും പറ്റൂലല്ലോ, ബാറ്ററിയിലല്ലേ വണ്ടി ഓടണത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റൂലായിരിക്കും. അങ്ങനെ നൈറ്റ് ഓടാറുണ്ടോ ശരിക്കും? നൈറ്റ് ഞാൻ ഓടാറുണ്ട്. നൈറ്റ് നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ പോകുമ്പോ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ? ട്രാഫിക്കിലൊക്കെ ജെറ്റല്ലേ, നമുക്ക് കുത്തി കയറ്റി വേഗം നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതില്ല. ബ്ലോക്ക് നമുക്ക് ഒരു കൈ മതി വണ്ടി ഓടിക്കാൻ. ഇത് ജസ്റ്റ് തിരിച്ചാ മതി അല്ലേ? തിരിച്ചാ മതി. ഓട്ടോമാറ്റിക് ആണല്ലോ, ക്ലച്ച് ഇല്ല, ഗിയർ ഇടണ്ട. അതെ, നമുക്ക് ഒന്നും പറഞ്ഞാൽ ഒരു കൈ മതി, ഒരു കളിപ്പാട്ടം ഓടിക്കണമല്ലോ ഓടിച്ചോണ്ട് സുഖമായിട്ട് ഓടിച്ചോണ്ട് നടക്കാം. കംഫോർട്ടാണ്. ആ പവറിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെങ്ങനെയാ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കേ ആ പവറിന്റെ കാര്യം. ഇവിടെ ഗ്രീന്, മഞ്ഞ, പിന്നെ ഒരു ചുമല, അങ്ങനെ 3 കളർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മ ഇവിടുന്ന് ഇത് ഇത്രയും ത്രോട്ട് കൊടുത്താലാണ് ആ പറയണ മൈലേജ് കിട്ടത്തുള്ളൂ. ഫുള്ള് ഒരിക്കലും കൊടുക്കരുത്. ഫുൾ ടൈം നമ്മ ഇങ്ങനെ ഫുൾ കൊടുത്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 150 ഒക്കെ കിട്ടിയെന്ന് വരും. എക്കോയിലിട്ട് ഓടിക്കുമ്പോൾ 180 ഒന്നും കിട്ടത്തില്ല. 180 ഇട്ടുള്ള 150, 145 ഒക്കെ അടുത്ത് കിട്ടുള്ളൂ. പിന്നെ അല്ല നോർമൽ രീതി കൈ കൊടുത്ത് ഓടിക്കുക ഒരു വണ്ടി എന്ന രീതിയിൽ പതുക്കെ ഓടിക്കുവാണെങ്കിൽ 180 ഒക്കെ 170 ഒക്കെ 175 എന്തായാലും കിട്ടും. നമ്മൾ ഈ മൈലേജ് നമ്മൾ പറയണത് മര്യാദക്ക് വണ്ടി ഓടിച്ചാലാണ്. ജസ്റ്റ് ഈ കൈ കൊടുത്ത് ഫുൾ ത്രോട്ടിൽ നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കണോണ്ട് ഫുൾ ടൈം ഓടിച്ച് തിരിച്ചൊക്കെ ഓടിച്ചാൽ ഒന്നും കിട്ടത്തില്ല. കാരണം പിന്നെ ഇലക്ട്രിക് വണ്ടിക്ക് എടുക്കണതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി കാശ് ഉണ്ടാക്കുക എന്നുള്ളത്, പോക്കറ്റ് നിറയുക എന്നുള്ളത്. അല്ല നമ്മൾ വലിയ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനം ഇല്ല. പിന്നെ ഈ വണ്ടി റീസെൽ വാല്യൂ എങ്ങനെയുണ്ട് വണ്ടിക്ക്? റീസെൽ വാല്യൂ അത്യാവശ്യം ഡീസൽ വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യണ അത്രയും കിട്ടത്തില്ലല്ലോ. ഇപ്പൊ ഇലക്ട്രിക്കിനുണ്ട് അത്യാവശ്യം ഉണ്ടോ? ഇപ്പൊ ഇലക്ട്രിക്കിന്റെ എന്തോ ഇതൊക്കെ വന്നിട്ട് റീസെൽ വാല്യൂ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഭാവിയിൽ റീസെൽ വാല്യൂ ഇലക്ട്രിക്കിനെ വരുള്ളൂ. അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓട്ടോയിൽ ഏറ്റവും ടോപ്പ് നിൽക്കണ എനിക്ക് തോന്നുന്ന ആപ്പയാ അല്ലേ, ഡീസൽ വണ്ടിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. റീസെൽ വാല്യൂവും അതിന്റെ ബ്രാൻഡ് വാല്യൂവും വെച്ച് നോക്കുമ്പോൾ ആപ്പ് തന്നെയാണ്. കാലക്രമേണ ഇതിലേക്ക് എല്ലാരും മാറുമെന്നാണ് ബ്രോ പറയുന്നത്. അതെ, മാറിയിരിക്കും. കാരണം പൈസ വരാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് മാറും. പിന്നെ ഇത് വണ്ടി എടുക്കാൻ ഇത്ര എമൗണ്ട് കൊടുക്കണ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അത് ഓടിച്ച് കാശാക്കിയാൽ മതി. അതായത് ഡീസൽ അടിക്കണ പൈസ നമുക്ക് ഇത് സി സി അടയ്ക്കാത്രേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ ഏത് മോഡൽ കിടക്കണേ? ഇപ്പൊ പവറിൽ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ നമുക്ക് കൈ കൊടുക്കുമ്പോൾ ഫീൽ നോക്കണേ. സത്യമായിട്ട് പവർ വെച്ചാൽ വണ്ടിയൊക്കെ വലിച്ചോണ്ട് പോകാനല്ലേ. നമ്മളിഞ്ഞ് കയറാൻ പോണ ഒരു കുത്ത് കയറ്റാട്ടോ. അപ്പൊ ഈ വണ്ടി കയറുന്ന കിലോമീറ്റർ ഇപ്പൊ ഏതെല്ലാം കിടക്കണേ? പവറല്ലേ? പവറൽ നിന്നിട്ട്
അന്നേരം കയറ്റം നമുക്ക് കയറുന്ന അത് ഇപ്പൊ നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മ എക്കോന്ന് പവറിലേക്ക് പോണം. നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. എക്കോയില് കയറണാണ് ഫുൾ ത്രോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ സിറ്റി കുറച്ചുകൂടി ടോർക്ക് കൂടി ഇപ്പൊ പവറായി. 35 കേറുന്ന സ്പീഡ് കേട്ടോ. 40 നമ്മുടെ വേണ്ടി മെയിൻ റോഡിൽ ഓടുകയുള്ളൂ. എന്നെ പെട്ടെന്ന് കേറിയേ. ഒന്നും പറയാനില്ല. ഈ വണ്ടിയുടെ ജസ്റ്റ് പവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓ അത് കാണിച്ചു, ഒന്നോടെ കാണിച്ച് നോക്കിയുടെ കൈ കൊടുക്കുമ്പോ ഗൈസ് വണ്ടിയുടെ പവറല്ലേ ഗൈസ്, ഒന്നും പറയല്ല. എല്ലാം ഉണ്ട് ഒന്നും പറയല. പവർ എന്ന് വെച്ചാൽ വിഷയം പവർ. എന്റെ മിനി ജെറ്റ്. അതെ, മിനി ജെറ്റ്. ടയർ കിടന്ന് കറങ്ങണുണ്ട് എന്റെ അമ്മേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞ് പേഴ്സണൽ റിവ്യൂയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ട്, ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബ്രോനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളും ബ്രോ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഉറപ്പായി എന്തുണ്ടെങ്കിലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞ് കിടക്കാച്ചി വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.